ഹിമാചലിലേക്കാണ് പോകുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ ഭരണപ്രതിസന്ധി. 6 കോൺഗ്രസ് എംഎൽഎമാർ ക്രോസ് വോട്ട് ചെയ്തതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായെന്ന് വ്യക്തമാക്കിയ ബിജെപി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ്. പ്രശ്നപരിഹാരത്തിന് DK ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും AICC ചുമതലപ്പെടുത്തി. ഇരുവരും ഇന്ന് ഹിമാചലിൽ എത്തും. എന്നാൽ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്നാണ് നിലപാടിലാണ് വിമത എംഎൽഎമാർ. ER രാഗേഷ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. രാഗേഷ്, എത്രത്തോളം പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ? എന്താണ് സംഭവിച്ചത്? അശ്വതി, ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അവിടെയാണ് ഇപ്പോൾ ഏതായാലും ഭരണ പ്രതിസന്ധി നേരിടുന്നത്. ഇന്നലെയായിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഉറപ്പായും വിജയിക്കുമെന്ന് വിചാരിച്ച ഏക സീറ്റിൽ അവിടെ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ആകെ ഉള്ള നിയമസഭയിലെ അംഗബലം 68ആണ്. ഈ 68-ൽ കോൺഗ്രസ് അംഗങ്ങൾ 40 പേരാണ്. BJPക്ക് 25 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒപ്പം 3 സ്വതന്ത്രരും. എന്നാൽ 6 കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്യുകയും ഒപ്പം 3 സ്വതന്ത്രർ കൂടി പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തതോടെ ഈ വോട്ടെടുപ്പ് രണ്ടുപേർക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് സിംഗ്വിക്ക് 34 വോട്ട്, ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥി മഹാജൻ അദ്ദേഹത്തിനും 34 വോട്ട്. അങ്ങനെ പിന്നീട് നറുക്കെടുപ്പിലൂടെ BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ വിജയിക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടിയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. കാരണം കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 35 അംഗങ്ങളുടെ പിന്തുണയാണെങ്കിൽ 6 MLAമാർ കൂറുമാറിയതോടെ 34 എന്ന നിലയിലേക്ക് അംഗബലം താഴ്ന്നിരിക്കുകയാണ്. BJP ഇതിനോടകം തന്നെ സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, നിയമസഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ അവിശ്വാസ പ്രമേയത്തിനുള്ള നീക്കവും BJP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി ഈ സാഹചര്യത്തെ കാണുന്നുണ്ട്. ഇന്നലെ തന്നെ AICC നേതൃത്വം നിരീക്ഷകരായി അവിടെ പ്രശ്നപരിഹാരത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇന്ന് ഷിംലയിലെത്തി MLAമാരുമായി ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ ഈ കൂറുമാറി വോട്ട് ചെയ്ത MLAമാരുടെ വീഡിയോ പിന്നീട് പുറത്തു വന്നിരുന്നു. അതായത് BJP അംഗങ്ങൾക്കൊപ്പം ഹരിയാനയിലെ പാഞ്ച്കുലയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ഈ MLAമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നവർ BJPക്കൊപ്പം പോകുമെന്ന് പറയുന്നില്ല. പകരം അവർ ഉന്നയിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ പ്രശ്നമുണ്ട്, മുഖ്യമന്ത്രിയെ മാറ്റണം, അത് മാറ്റാതെ കോൺഗ്രസ് പാളയത്തിലേക്ക് തിരിച്ചെത്തില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അവർ അവകാശവാദമായി ഉന്നയിക്കുന്നത് 6 MLAമാർ മാത്രമല്ല 26 കോൺഗ്രസ് MLAമാർക്ക് സമാനമായ അഭിപ്രായമാണ്. അതായത് മുഖ്യമന്ത്രിയെ മാറ്റണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനോട് AICC നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. ഒപ്പം BJP ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും, BJPയുടെ നീക്കങ്ങൾ എന്തായിരിക്കും, കൂടുതൽ MLAമാർ ഇനി മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയേണ്ടതുണ്ട്. ഏതായാലും വരും മണിക്കൂർ ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. രാകേഷ്, ഈ കോൺഗ്രസ് MLAമാരെ BJP തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. ഒപ്പം ഹരിയാനയിലേക്കാണ് ഈ MLAമാരെ കൊണ്ടുപോയതെന്നും ഒപ്പം ഈ CRPFന്റെ കാവലിലാണ് ഇവരെ കൊണ്ടുപോയതെന്നും ഒക്കെയുള്ള ആരോപണം കോൺഗ്രസ് ശക്തമാക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ഇനി എത്രത്തോളം സാധ്യതയുള്ളതാണ്? ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന്റെ നീക്കം? ഇന്നലെ വാർത്താ സമ്മേളനത്തിലാണ്, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. അതായത് 5 or 6 MLAമാരെ കാണാനില്ല, ഇവരെ BJP തട്ടിക്കൊണ്ടുപോയതാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അതായത് CRPFന്റെയും ഹരിയാന പോലീസും കൂടിയാണ് ഇവരെ കൊണ്ടുപോയതെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ വീഡിയോ, നേരത്തെ സൂചിപ്പിച്ച വീഡിയോ പുറത്തു വരികയും ചെയ്തത്. അതായത് ഹരിയാനയിലെ പാഞ്ച്കുലയിൽ BJPയുടെ ചില MLAമാർക്കൊപ്പം, BJP നേതാക്കൾക്കൊപ്പം ഈ 6 MLAമാർ നിൽക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ഏതായാലും അഭിഷേക് സിംഗ്വിയും വ്യക്തമാക്കിയ കാര്യം, കഴിഞ്ഞ ദിവസം തനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച MLAമാരാണ് തനിക്കെതിരെ വോട്ട് ചെയ്തതെന്ന് അഭിഷേക് സിംഗ്വി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സീറ്റിൽ അവർക്ക് പരാജയമുണ്ടായത് വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് AICC നേതൃത്വവും കാണുന്നത്. കാരണം കർണാടകത്തിൽ BJP ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അവിടെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സീറ്റിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും അപ്പോൾ കർണാടകത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം UPയിലും സമാനമായ സാഹചര്യത്തിൽ 10 സീറ്റുകളിൽ BJP ജയിക്കുന്നത് 7 സീറ്റായിരുന്നു. പക്ഷേ SPക്ക് ജയിക്കാമായിരുന്ന ഒരു സീറ്റിൽ കൂടി BJP ജയിച്ചു. അങ്ങനെ അവിടെയും
ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഹിമാചലിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് AICC നേതൃത്വം ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നത്. കാരണം MLA മാർ ക്രോസ് വോട്ട് ചെയ്തു, കൂറുമാറി വോട്ട് ചെയ്തു എന്നതിനപ്പുറം സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് അവരുടെ ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കുന്ന DK ശിവകുമാറിനെ അടക്കമുള്ളവരെ ഇപ്പോൾ ഹിമാചലിലേക്ക് അയച്ചിരിക്കുന്നത്. ശരി, എന്തായാലും വരും മണിക്കൂറുകൾ ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.